അതൊന്നും ഇല്ല. ഞാനിപ്പോ സലീമേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ചില തരം ആളുകൾ, ചില നല്ല ആളുകളെ ഈ ലോകത്തുണ്ടല്ലോ. നമ്മളെല്ലാവരെയും ദോഷവും അങ്ങനെ അല്ലല്ലോ. ഒരാഴ്ചക്കൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും കുറ്റവും കുഴപ്പമൊന്നും അല്ലല്ലോ. ചില നല്ല മനുഷ്യരുണ്ടല്ലോ, ചില ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലത്തെ പരാതി ഇല്ലാത്ത ആളുകൾ, അതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ സലീമേട്ടനെ കാണാൻ മലപ്പുറം ഭാഗത്തുനിന്നൊരു ആരാധകൻ വന്നു. അപ്പോൾ കാണാൻ എന്നത് വാച്യാർത്ഥത്തിൽ ശരിയല്ല, കാരണം അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളാണ്, അന്ധനാണ്. അദ്ദേഹത്തിന് സലീം കുമാറിൻ്റെ ഓഡിയോ കേട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്ന ആൾക്ക് എന്നെയും വലിയ ഇഷ്ടമാണ്. എന്നെ വലിയ ഇഷ്ടം എന്ന് പറയുന്നത്, ഞാനും ഈ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ ഇവർക്ക് നർമ്മത്തിന് വിഷ്വലില്ല. കഥകൾ കേൾക്കുക വഴി അത് ചിരിക്കാനും പറ്റുന്നതുകൊണ്ട് എന്നെയും വലിയ ഇഷ്ടം. അപ്പോൾ സലീമേട്ടൻ്റെ വീട്ടിലെത്തിയപ്പം സലീമേട്ടൻ ഫോൺ വിളിച്ച് എനിക്ക് തന്നു. ഞാനും അദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ചു. അദ്ദേഹം പോയി കഴിഞ്ഞ് സലീമേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം വന്ന് ഒരു മിനിറ്റിനകം തന്നെ 200 നോട്ടുകൾ എടുത്തിട്ട് സലീമേട്ടന് കൊടുത്തിട്ട്, ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഇത് കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു 1000 രൂപ സലീമേട്ടന് കൊടുത്തു. സലീമേട്ടൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി സമയത്ത് ഇത് കയ്യിൽ വെക്കണം, ഇത് നിങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് മേടിച്ചു. സലീമേട്ടൻ മേടിച്ചു, എന്നോട് സംസാരിച്ചു, സലീമേട്ടനോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അയാൾ ഇറങ്ങുമ്പോൾ സലീമേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എനിക്ക് വന്നു തുടങ്ങി 1000 രൂപ ഗിഫ്റ്റ് തന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത്, എനിക്കിങ്ങനെ ചില ആൾക്കാരൊക്കെ ഇഷ്ടമാണ്, ഞാൻ അവരെ കാണാൻ പോയി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഇവർ എനിക്ക് പൈസ തരും. എനിക്ക് കണ്ണ് കാണില്ലല്ലോ, അപ്പം ഞാൻ സഹായത്തിന് പോയതാന്ന് ഓർത്തിട്ട് എൻ്റെ സിൻസിയറായ സ്നേഹം ഇവർ പൈസ തരുന്ന പോയിന്റിൽ എനിക്കങ്ങ് വല്ലാത്തൊരു ദുഃഖം വരും, ഫീൽ ചെയ്യും. ഞാൻ അതിനല്ല പോയത്. അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ വന്ന ഉടനെ 1000 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് പുള്ളി. അത് നോക്കൂ, എന്തൊരു വിശാല മനസ്സാണ്, എന്തൊരു മഹത്തായ ചിന്തയാണ്, എന്ത് നന്മയാണ് ആ കാണുന്നതിനകത്തുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാം. ഞാനും സലീമേട്ടനും കുറെ നേരം അയാളെ കുറിച്ചും. അല്ല, അദ്ദേഹം സലീം ചേട്ടനെ പറ്റി ഒരു പുസ്തകത്തിൽ ഒരെണ്ണം കണ്ടു. എത്ര സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു തമാശ പറയാനുള്ള അവസരം കളയത്തില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ?